മുക്കം നഗരസഭയിലെ മാമ്പറ്റയിലെ ഹോട്ടൽ ജീവനക്കാരി പീഡന ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ സംഭവത്തിൽ കേസിലെ ഒന്നാം പ്രതി ദേവദാസ് പോലീസ് പിടിയിലായി. കുന്നംകുളത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അതിനിടെ തെളിവെടുപ്പ് നടക്കുന്നതിനിടത്തേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി. മുക്കം നഗരസഭയിലെ മാമ്പറ്റയിൽ ഹോട്ടൽ ജീവനക്കാരി പീഡന ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ സംഭവത്തിലാണ് കേസിലെ ഒന്നാം പ്രതി ദേവദാസ് പോലീസ് പിടിയിലായത്. കുന്നംകുളത്ത് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പിടിയിലാവുകയായിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാർ നിർത്തി ട്രെയിൻ വഴിയാണ് പോകുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബസ്സിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ വിവരമറിഞ്ഞ മുക്കം പോലീസ് കണ്ടക്ടറുമായി സംസാരിച്ച് പ്രതി ബസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്തി കുന്നംകുളം പോലീസിനെ വിവരമറിയിക്കുകയും കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മുക്കം പോലീസിന് കൈമാറുകയുമായിരുന്നു. തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ മുക്കം സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ പെൺകുട്ടി ചാടിയ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഭാവഭേദമൊന്നുമില്ലാതെയാണ് പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. 10 മിനിറ്റ് നേരമാണ് മുക്കം ഇൻസ്പെക്ടർ N അൻഷാദിൻ്റെ നേതൃത്വത്തിൽ വീട്ടിൽ തെളിവെടുപ്പ് നടന്നത്. അതിനിടെ തെളിവെടുപ്പ് നടക്കുന്നിടത്തേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി. പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത്. പീഡനവീരനെ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തെളിവെടുപ്പ് കഴിഞ്ഞ് ദേവദാസിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ BJP പ്രവർത്തകർ കൂവി വിളിക്കുകയും ചെയ്തു. ഇത് ഞങ്ങളൊന്ന് കാണട്ടെ, അയാളൊന്ന് കാണാൻ വേണ്ടി അതേസമയം തൊട്ടടുത്ത സങ്കേതം ഹോട്ടലിൽ BJP പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയായ യുവതി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ചാടിയത്. ഹോട്ടൽ ഉടമയും മറ്റ് 2 പേരും രാത്രി താൻ താമസിക്കുന്ന വീട്ടിലെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെടാനായി താഴേക്ക് എടുത്തു ചാടുകയായിരുന്നെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമ ദേവദാസ്, റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെ മുക്കം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.